മലങ്കര കാതലിക് ടി വിയിലെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ കാറ്റക്കേസിസ് മതബോധനം എന്ന പരമ്പരയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ പ്രധാനമായും നമ്മൾ പഠിച്ചത് എന്താണ് വിശ്വസിക്കേണ്ടത്, വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം എന്തായിരിക്കണം, വാട്ട് ഈസ് ദ കണ്ടന്റ് ഓഫ് ഫെയ്ത്ത്. വിശ്വസിക്കേണ്ടത് സുവിശേഷമാണെന്ന് നമ്മൾ പഠിച്ചു. സുവിശേഷം എന്നത് നിത്യാനന്ദം തരുന്ന സദ്വാർത്തയാണെന്നും അത് യേശു എന്ന വ്യക്തിയുമായി അഭേദ്യം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും യേശു എന്ന വ്യക്തി പറഞ്ഞതും പ്രവർത്തിച്ചതും പഠിപ്പിച്ചതും യേശു എന്ന വ്യക്തി തന്നെയാണ് ആ സുവിശേഷമെന്നും യേശുവിൽ പൂർണ്ണമായ വെളിപാടിൻ്റെ ചരിത്രമാണ് ആ സുവിശേഷമെന്നും നമ്മൾ പഠിക്കുകയുണ്ടായി. എന്താണ് സുവിശേഷം എന്നതിന് വിശാല അർത്ഥത്തിൽ വെളിപാടിൻ്റെ ചരിത്രമാണ് സുവിശേഷം എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായി. ഈ വെളിപാടിൻ്റെ ചരിത്രം അത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ചരിത്രമാണ്, രക്ഷയുടെ ചരിത്രമാണ്, ദൈവമനുഷ്യനെ രക്ഷിച്ചതിൻ്റെ ചരിത്രമാണ്, ദൈവവചനത്തിൻ്റെ കൂടി ചരിത്രമാണെന്ന് നമ്മൾ പഠിച്ചു. പ്രപഞ്ച സൃഷ്ടിയിൽ ആരംഭിച്ച് മനുഷ്യ സൃഷ്ടിയിൽ മുന്നേറി അബ്രഹാമിൻ്റെ വിളിയിലൂടെ തുടർന്ന് പഴയ നിയമത്തിലൂടെ മുന്നേറി യേശുവിൽ പൂർത്തീകരിക്കപ്പെട്ട വെളിപാടിൻ്റെ ചരിത്രം. ഈ ചരിത്രമാണ് സുവിശേഷം. ഈ വെളിപാടിൻ്റെ ചരിത്രമാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ഇതാണ് ലോകമെങ്ങും പോയി പ്രഘോഷിക്കാൻ യേശു ശിഷ്യന്മാരെ ഭരമേൽപ്പിച്ചത്, സഭയെ ഭരമേൽപ്പിച്ചത്. ചുരുക്കത്തിൽ സഭയ്ക്ക് ഒറ്റ ഉത്തരവാദിത്വമേ ഉള്ളൂ. ലോകം മുഴുവൻ ഈ വെളിപാടിൻ്റെ സുവിശേഷം, ഈ രക്ഷയുടെ സുവിശേഷം, സ്നേഹത്തിൻ്റെ സുവിശേഷം, ദൈവവചനത്തിൻ്റെ സുവിശേഷം ലോകമെങ്ങും പോയി പ്രഘോഷിക്കണം. ആരെങ്കിലും വിശ്വസിച്ച് സ്നാനപ്പെട്ടാൽ അവർ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവർ ശിക്ഷിക്കപ്പെടും. യേശു സഭയെ അല്ലെങ്കിൽ അപ്പസ്തോലന്മാരെ ഈ ചുമതല ദൗത്യം ഏൽപ്പിക്കുകയാണ്. ഈ വെളിപാടിൻ്റെ ചരിത്രം, ഈ സുവിശേഷം ലോകമെങ്ങും പോയി പ്രഘോഷിക്കുവാൻ. അവർ രണ്ട് രീതിയിൽ അത് നിർവഹിച്ചു. അവർ വാമൊഴിയായി ഈ സുവിശേഷം പ്രഘോഷിച്ചു, കൂടാതെ അവർ ലിഖിത രൂപത്തിലും അത് രേഖപ്പെടുത്തി. ലിഖിത രൂപത്തിൽ മാനുഷിക ഭാഷയിൽ എഴുതപ്പെട്ടതിനെയാണ് വിശുദ്ധ ലിഖിതം, വിശുദ്ധ ബൈബിൾ എന്ന് നമ്മൾ പറയുക. എന്നാൽ അതേസമയം തന്നെ ഈ വെളിപാടിൻ്റെ ചരിത്രം അവർ വാമൊഴിയായി പ്രഘോഷിച്ചു. വാമൊഴിയായി പ്രഘോഷിച്ചത് പിൽക്കാലത്ത് അത് ആരാധനയായി രൂപപ്പെട്ടു. ഇത് വിശ്വാസ സത്യങ്ങളായി അവർ ക്രോഡീകരിച്ചു. അവരുടെ ആധ്യാത്മികതയിൽ അത് തെളിഞ്ഞു നിന്നു. അപ്പോൾ ഈ വെളിപാടിൻ്റെ ചരിത്രം വാമൊഴിയായി പ്രഘോഷിക്കപ്പെട്ടത് വിശുദ്ധ പാരമ്പര്യമെന്ന് അറിയപ്പെട്ടു. വിശുദ്ധ പാരമ്പര്യത്തിൽ ആരാധന അനുഷ്ഠാനങ്ങൾ, ആരാധനക്രമം, വിശ്വാസ സത്യങ്ങൾ, വിശുദ്ധരുടെ ജീവിതം, ആദിമസഭയിലെ വിശുദ്ധ പിതാക്കന്മാർ എഴുതിയ ദൈവശാസ്ത്ര പഠനങ്ങൾ, ഇവയെല്ലാം ഈ വെളിപാടിൻ്റെ ചരിത്രം വാമൊഴിയായി പ്രഘോഷിച്ചതിൻ്റെ ഭാഗമായി കരുതപ്പെടുന്നു. അതിനെയാണ് വിശുദ്ധ പാരമ്പര്യം എന്ന് പറയുക. അപ്പോൾ അപ്പസ്തോലന്മാർക്ക് ലഭിച്ച ഈ വെളിപാടിൻ്റെ ചരിത്രം വാമൊഴിയായി പ്രഘോഷിക്കപ്പെട്ടത് പാരമ്പര്യമായി നിലനിന്നതിനെയാണ് വിശുദ്ധ പാരമ്പര്യം, സേക്രഡ് ട്രഡീഷൻ എന്ന് പറയുക. എന്നാൽ മാനുഷിക ഭാഷയിൽ എഴുതപ്പെട്ടപ്പോൾ അപ്പസ്തോലന്മാരോ അവരുടെ പിൻഗാമികളോ അത് മാനുഷിക ഭാഷയിൽ ലിഖിത രൂപത്തിൽ എഴുതിയപ്പോൾ അത് ബൈബിളായി തീർന്നു. അപ്പോൾ ഈ വെളിപാടിൻ്റെ ചരിത്രം, ഈ സുവിശേഷം ഇന്ന് നമുക്ക് രണ്ട് രീതിയിലാണ് നൽകപ്പെട്ടിട്ടുള്ളത്: വിശുദ്ധ പാരമ്പര്യത്തിലൂടെയും വിശുദ്ധ ലിഖിതത്തിലൂടെയും. വെളിപാടിൻ്റെ ചരിത്രം മുഴുവൻ എഴുതപ്പെട്ടിട്ടില്ല. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 25-ാം വാക്യത്തിൽ അത് സൂചിപ്പിക്കുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തു ഇതുകൂടാതെ മറ്റു പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അവയെല്ലാം എഴുതിയിരുന്നെങ്കിൽ അത് ഉൾക്കൊള്ളുവാൻ തന്നെ ഈ ലോകത്തിന് സാധിക്കുമായിരുന്നില്ല. 4-ാമത്തെ സുവിശേഷം എഴുതിയ യോഹന്നാൻ ശ്ലീഹ തന്നെ പറഞ്ഞിട്ടുണ്ട്, കർത്താവ് പറഞ്ഞതും പ്രവർത്തിച്ചതും എല്ലാം ഒന്നും എഴുതിയിട്ടില്ല. അപ്പോൾ വളരെ കുറച്ചേ എഴുതിയിട്ടുള്ളൂ. ഇനി 12 അപ്പോസ്തലന്മാർ എഴുതിയിരുന്നെങ്കിൽ 12 സുവിശേഷങ്ങൾ നമുക്ക് ലഭിച്ചേനെ. അതിൽ 2 അപ്പോസ്തലന്മാരെ സുവിശേഷം എഴുതിയുള്ളൂ, വിശുദ്ധ മത്തായും വിശുദ്ധ യോഹന്നാനും. ലൂക്കായും മർക്കോസും അപ്പസ്തോലന്മാരല്ല എന്ന് നമുക്കറിയാം, അപ്പസ്തോലന്മാരുടെ പിൻഗാമികളാണെന്ന് നമുക്കറിയാം. അപ്പോൾ മറ്റ് അപ്പസ്തോലന്മാർ എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ലഭ്യമായിട്ടില്ല. ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ളത് 4 സുവിശേഷങ്ങളാണ്.
അതിൽ ഈ വെളിപാടിൻ്റെ ചരിത്രം മുഴുവൻ പൂർണ്ണമായി രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് രേഖപ്പെടുത്താത്തത് പാരമ്പര്യമായി സഭയുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നു. അതുകൊണ്ട് ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള 2 ഉറവിടങ്ങളാണ് ഈ ദൈവിക വെളിപാടിൻ്റെ, ദൈവവചനത്തിൻ്റെ 2 ഉറവിടങ്ങളാണ് വിശുദ്ധ പാരമ്പര്യവും വിശുദ്ധ ലിഖിതവും. ഈ 2 ഉറവിടങ്ങളാണ്, ഈ 2ൻ്റെയും അടിസ്ഥാനത്തിലാണ് വിശ്വാസത്തെ രൂപപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ് കത്തോലിക്കാ സഭയുടെ പരമ്പരാഗതമായ പഠിപ്പിക്കൽ. കത്തോലിക്കാ സഭയുടെ മാത്രമല്ല, ഓർത്തഡോക്സ് സഭകളുടെയും എല്ലാ പൗരസ്ത്യ സഭകളുടെയും അപ്പസ്തോലിക സഭകളുടെയും അടിസ്ഥാന വിശ്വാസ ചിന്ത. എന്നാൽ 16-ാം നൂറ്റാണ്ടിൽ ഇതിനെതിരായി ആദ്യമായി രംഗത്ത് വന്നത് പ്രൊട്ടസ്റ്റന്റ് വിപ്ലവം നയിച്ച മാർട്ടിൻ ലൂതറാണ്. മാർട്ടിൻ ലൂതറിനെ സംബന്ധിച്ചിടത്തോളം എഴുതപ്പെട്ട ലിഖിതം മാത്രമാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനവും ഉറവിടവും. അദ്ദേഹം പാരമ്പര്യങ്ങളെല്ലാം തള്ളിക്കളഞ്ഞു. എഴുതപ്പെട്ട വിശുദ്ധ ലിഖിതം മാത്രമേ ഉള്ളൂ വിശ്വാസത്തിൻ്റെ സോഴ്സായി അദ്ദേഹം കരുതിയത്. അതായത് മാർട്ടിൻ ലൂതർ ക്രിസ്തു മതത്തെ ഒരു പുസ്തകമായി റെഡ്യൂസ് ചെയ്തു. എഴുതപ്പെട്ട ലിഖിതം മാത്രമാണ് ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാനം, ക്രിസ്തുമതത്തിൻ്റെ അടിസ്ഥാനമെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. അത് 16 നൂറ്റാണ്ടിൽ സഭ ജീവിച്ച എല്ലാ സഭയുടെ പൈതൃകങ്ങളെയും തള്ളിക്കളയുന്നതായിരുന്നു. അത് മാർട്ടിൻ ലൂതറിൻ്റെ അബദ്ധോപദേശങ്ങളിൽ ഒന്നാമത്തേതാണ്. സോള സ്ക്രിപ്തൂര, ബൈബിൾ എലോൺ, ബൈബിൾ മാത്രം മതി, പാരമ്പര്യം വേണ്ട, എഴുതപ്പെട്ട ലിഖിതങ്ങൾ മാത്രം മതി, പാരമ്പര്യങ്ങളൊന്നും വേണ്ട. വിശുദ്ധ പാരമ്പര്യങ്ങളെല്ലാം മാർട്ടിൻ ലൂതർ തള്ളിക്കളഞ്ഞു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ പ്രത്യേകമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ എഴുതപ്പെട്ട വിശുദ്ധ ലിഖിതത്തെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ വചനം അഥവാ വെളിപാടിൻ്റെ ചരിത്രം ലോകമെങ്ങും പോയി പ്രഘോഷിക്കാൻ പറഞ്ഞത് മാനുഷിക ഭാഷയിൽ എഴുതപ്പെട്ടപ്പോൾ വിശുദ്ധ ലിഖിതമായി. ആ വിശുദ്ധ ലിഖിതത്തെയാണ് ബൈബിൾ എന്ന് നമ്മൾ പറയുക. ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള 2 ഉറവിടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിശുദ്ധ ലിഖിതം, അതുപോലെ തന്നെ വിശുദ്ധ പാരമ്പര്യം. അപ്പോൾ വിശുദ്ധ ലിഖിതം, വിശുദ്ധ ബൈബിൾ, നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള ഈ വിശുദ്ധ ബൈബിളിനെ കുറിച്ച് വളരെ ഹ്രസ്വമായി നമുക്ക് ഈ ഒരു സെഷനിൽ പഠിക്കാനായിട്ട് പരിശ്രമിക്കാം. എന്താണ് ബൈബിൾ? ബിബ്ലിയ എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ബൈബിൾ എന്ന പദം ഉണ്ടായിരിക്കുന്നത്. ബിബ്ലിയ എന്ന വാക്കിൻ്റെ അർത്ഥം പുസ്തകം, പുസ്തകങ്ങൾ എന്നാണ്. ചെറിയ പുസ്തകങ്ങളുടെ സമാഹാരത്തെയാണ് ബൈബിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫ്രഞ്ചിലും പിന്നീട് ഇംഗ്ലീഷിലുമൊക്കെ ആ പദങ്ങൾ രൂപപ്പെട്ടു വന്നു. അങ്ങനെ ഇംഗ്ലീഷിൽ ബൈബിൾ എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ബിബ്ലിയ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ചെറിയ പുസ്തകങ്ങളുടെ സമാഹാരമായ ബൈബിൾ എന്ന ഈ പദം രൂപപ്പെട്ടത്. പഴയ നിയമത്തിൽ 46 പുസ്തകങ്ങളും പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങൾ ഉൾപ്പെടെ 73 പുസ്തകങ്ങളുടെ സമാഹാരമാണ് ബൈബിൾ. സഭ കാനൂനികമായി അംഗീകരിച്ച പുസ്തകങ്ങളാണ് വിശുദ്ധ ബൈബിളിലുള്ളത്. അങ്ങനെ കാനൂനികമായി അംഗീകരിച്ച 73 പുസ്തകങ്ങളുടെ സമാഹാരത്തെയാണ് വിശുദ്ധ ബൈബിൾ എന്നതുകൊണ്ട് നാം അർത്ഥമാക്കുന്നത്. ഈ ബൈബിൾ ആരെഴുതി, എന്നെഴുതി, അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം നാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ബൈബിളിൽ 2 ഭാഗങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. പഴയ നിയമവും പുതിയ നിയമവും, ഓൾഡ് ടെസ്റ്റമെൻറ്റ് ആൻഡ് ന്യൂ ടെസ്റ്റമെൻറ്റ്, പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും. ഈ ബൈബിൾ എന്നെഴുതി എന്ന് ചോദിച്ചാൽ ഒരു വ്യക്തി കുറേ കാലഘട്ടങ്ങൾ കൊണ്ട് എഴുതിയ ഒരു പുസ്തകമല്ല ബൈബിൾ. നിരവധി വ്യക്തികൾ നിരവധി വർഷങ്ങൾ കൊണ്ട്, നൂറ്റാണ്ടുകൾ കൊണ്ട് എഴുതിയതാണ് വിശുദ്ധ ലിഖിതം. BC 1300-നും AD 100-ന് ഇടയിലും എഴുതപ്പെട്ടതാണ് വിശുദ്ധ ലിഖിതം. ദൈവനിവേശിതരായ വിവിധ വ്യക്തികൾ പരിശുദ്ധാത്മ നിവേശനത്താൽ എഴുതിയ പുസ്തകങ്ങളെ ഒന്നിച്ച് ക്രോഡീകരിച്ചിരിക്കുന്നതാണ് വിശുദ്ധ ബൈബിൾ. ഏകദേശം 1400 വർഷത്തെ ചരിത്രമാണ് ഈ വിശുദ്ധ ലിഖിതത്തിൽ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കുക, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കൂടി. ബൈബിളിലെ ഓരോ പുസ്തകവും നിരവധി പരിണാമ പ്രക്രിയയിലൂടെയാണ് രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. ചില പുസ്തകങ്ങൾ എഴുതിയതിന് ശേഷം അറിയപ്പെടുന്ന വ്യക്തികളുടെ മേൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നതായും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പഴയ നിയമ ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടത്
BC 1300 BC 200 ഇടയ്ക്കാണ്. ഏകദേശം 1100 വർഷത്തെ ചരിത്രമാണ് പഴയ നിയമത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. BC 1800 ദൈവം അബ്രഹാമിനെ ചരിത്രത്തിൽ ഇടപെട്ട് വിളിക്കുന്നു. അതിനുശേഷം അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബിൻ്റെ 12 മക്കൾ അവർ ഈജിപ്തിൽ അടിമത്തത്തിൽ കഴിയുന്നു. അതിനുശേഷം 40 വർഷത്തെ യാത്രയിൽ കനാൻ ദേശത്തേക്ക് യാത്ര ചെയ്യുന്നു. കനാൻ ദേശത്ത് എത്തിയതിന് ശേഷമാണ് അവർ വിശുദ്ധ ലിഖിതം എഴുതുന്നത്. വിശുദ്ധ ലിഖിതത്തിൻ്റെ ആരംഭം ഉൽപ്പത്തി 1-ാം അധ്യായം 1-ാം വാക്യമല്ല ആദ്യം അവർ എഴുതിയത്. പിന്നെയോ അവർ കനാൻ നാട്ടിൽ ചെന്നതിന് ശേഷം BC 1300 ശേഷം അവർക്കുണ്ടായ ദൈവാനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവരുടെ മക്കൾക്ക് വേണ്ടി ആ ദൈവാനുഭവം എഴുതി വെക്കുകയാണ്. അവരെ ചെങ്കടൽ കടത്തിയ ദൈവം, അവർക്ക് മന്നയും കാടപ്പക്ഷിയും നൽകിയ ദൈവം, അവർക്ക് വിശന്നപ്പോൾ അപ്പം കൊടുത്ത ദൈവം, പാറയിൽ നിന്ന് വെള്ളം കൊടുത്ത ദൈവം, പകൽ മേഘസ്തംഭവും രാത്രിയിൽ അഗ്നിത്തൂണുമായി അവരെ നയിച്ച ദൈവം, ആ ദൈവത്തിൻ്റെ അനുഭവങ്ങൾ അവരെ കനാൻ ദേശത്തിൽ എത്തിയതിന് ശേഷം അവരുടെ മക്കൾക്ക് വേണ്ടി എഴുതിയതാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ ഭാഗങ്ങൾ എഴുതിയതിന് ശേഷം അബ്രഹാം മുതലുള്ള ചരിത്രങ്ങൾ അവർക്കറിയാമായിരുന്നത് ഒരുപക്ഷെ കൂട്ടിച്ചേർത്തുകയാണ്. അതിനുശേഷമാണ് ഉൽപ്പത്തി 1 മുതൽ 11 അധ്യായങ്ങൾ പിൽക്കാലത്ത് എഴുതി ചേർക്കുക. ഉൽപ്പത്തി 1 മുതൽ 11 അധ്യായങ്ങൾ ചരിത്രത്തിന് മുൻപുള്ള ചരിത്രമായിട്ട് നാം മനസ്സിലാക്കും. BC 1800 ദൈവം ചരിത്രത്തിൽ ഇടപെട്ട് അബ്രഹാമിനെ വിളിക്കുക. ഇന്നത്തേക്ക് ഏകദേശം 3800 വർഷങ്ങൾക്ക് മുൻപ്. അപ്പോൾ BC 1800 മുൻപ് കോടാനുകോടി വർഷത്തിൻ്റെ ചരിത്രമാണ് പ്രപഞ്ച സൃഷ്ടിയും മനുഷ്യ സൃഷ്ടിയും അബ്രഹാം വരെയുള്ള ചരിത്രവും വിശുദ്ധ ലിഖിതത്തിൽ ഉൽപ്പത്തി 1 മുതൽ 11 അധ്യായങ്ങൾ എഴുതിയിരിക്കും. അതിനെ ചരിത്രാതീത ചരിത്രം, ചരിത്രത്തിന് മുൻപുള്ള ചരിത്രം എന്നാണ് സഭ പഠിപ്പിക്കുക. ഈ ചരിത്രാതീത ചരിത്രം എഴുതിയത് ഒരു ഐ വിറ്റ്നസ് റിപ്പോർട്ടായിട്ടല്ല, ഇന്ന സമയത്ത് ഇന്ന ഡേറ്റിൽ ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് ഇത് സംഭവിച്ചു എന്നുള്ള ഒരു കൃത്യമായ ചരിത്രപരമായ രേഖകളല്ല അവയൊന്നും. പിന്നെയോ വിശ്വാസത്തിൻ്റെ നിറവിൽ അവരുടെ മക്കളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിനായിട്ട് അവരെഴുതിയതാണ്. അപ്പോൾ BC 1300 ശേഷം കനാൻ നാട്ടിലെത്തിയ ഇസ്രായേൽ ജനം അവർ പുറപ്പാടിന് അനുഭവങ്ങളെല്ലാം എഴുതിയതിന് ശേഷം അവർ പുറകോട്ട് ചിന്തിക്കുകയാണ്. ഞങ്ങളെ രക്ഷിച്ച, ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ നയിക്കുന്ന ഈ യഹോവയായ ദൈവം, ഈ ദൈവം തന്നെയാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, ഈ ദൈവം തന്നെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, ഈ ദൈവം തന്നെയാണ് ആദിമാതാപിതാക്കൾ പാപം ചെയ്തപ്പോൾ അവരെ രക്ഷിക്കാനായി പദ്ധതി ഒരുക്കുന്നതും അബ്രഹാമിനെ വിളിച്ചതും ഇസ്രായേൽ ജനത്തെ രൂപീകരിച്ചതും. അങ്ങനെ കനാൻ ദേശത്തെത്തിയ ജനം അവിടെ വിശ്വാസത്തിൻ്റെ നിറവിൽ പുറകോട്ട് ചിന്തിച്ച് അവർ ആദ്യത്തെ 11 അധ്യായങ്ങൾ രൂപപ്പെടുത്തി. അതിനെയാണ് ചരിത്രാതീത ചരിത്രം എന്ന് പറയുക. ഈ 11 അധ്യായങ്ങളിൽ അടിസ്ഥാനപരമായി 2 കാര്യങ്ങളാണ് വിശ്വസിക്കേണ്ടത്. ഒന്നാമതായി ദൈവമാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. രണ്ടാമതായി ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവനെ രക്ഷിക്കാനായി ദൈവം ചരിത്രത്തിൽ ഇടപെട്ട് അബ്രഹാമിനെ വിളിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അടിസ്ഥാനപരമായി വിശ്വസിക്കേണ്ടത്. എന്നാൽ എങ്ങനെയാണ് പ്രപഞ്ചം സൃഷ്ടിച്ചത്, എങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, ഈ കാര്യങ്ങളൊന്നും പറയുവാൻ ബൈബിൾ ഉദ്ദേശിക്കുന്നില്ല. ഇന്ന് പലരും പറയാറുണ്ട് പ്രപഞ്ച സൃഷ്ടി അല്ലെങ്കിൽ മനുഷ്യ സൃഷ്ടിയെല്ലാം ശാസ്ത്രീയമായി വിശുദ്ധീകരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ബൈബിൾ പറയുന്ന ഒന്നും ശരിയല്ല. നമുക്കറിയാം പ്രപഞ്ച സൃഷ്ടി, ബിഗ് ബാങ് തിയറി, മഹാവിസ്ഫോടന സിദ്ധാന്തം, അത് 100% പൂർണ്ണമായി അംഗീകരിക്കുകയും തെളിയിക്കപ്പെടുകയും ചെയ്ത ഒരു സിദ്ധാന്തമല്ല. എങ്കിലും ഭൂരിഭാഗം ശാസ്ത്രജ്ഞന്മാരും അത് അംഗീകരിക്കുന്നുണ്ട്. മഹാവിസ്ഫോടനം എന്തുകൊണ്ടുണ്ടായി? ശാസ്ത്രം പറഞ്ഞ് അവസാനം ശാസ്ത്രത്തിന് ഉത്തരം മുട്ടുന്നൊരു നിമിഷമുണ്ട്. എന്തുകൊണ്ട് ആ നിമിഷം മഹാവിസ്ഫോടനമുണ്ടായി? അതിന് ശാസ്ത്രം ഉത്തരം നൽകാൻ സാധിക്കത്തില്ല. നമ്മൾ പറയും അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ദൈവമാണ്. അപ്പം മഹാവിസ്ഫോടനം എന്ന ആ ഒരു പ്രക്രിയയിലൂടെ വേണം പ്രപഞ്ചത്തെ സൃഷ്ടിക്കേണ്ടതെന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു.
ശാസ്ത്രത്തിന് ഉത്തരം മുട്ടുന്നിടത്ത് മതം അതിൻ്റെ സമീപനങ്ങളെ വിശദീകരിക്കും. അതുകൊണ്ട് ഏത് ശാസ്ത്രീയ തിയറി പറഞ്ഞാലും വിശ്വാസത്തിന് ഒരിക്കലും എതിരാകുകയില്ല. അതുകൊണ്ട് മതം ശാസ്ത്രത്തിനെതിരല്ല, ശാസ്ത്രം മതത്തിനും എതിരല്ല. അതുപോലെ തന്നെ മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ പരിണാമത്തിലൂടെയാണ് മനുഷ്യൻ രൂപപ്പെട്ടത്. അതൊന്നും എല്ലാവരും അംഗീകരിക്കപ്പെട്ട, തെളിയിക്കപ്പെട്ട, 100% അംഗീകരിക്കപ്പെട്ട തിയറി അല്ലെങ്കിൽ പോലും ഭൂരിഭാഗം ശാസ്ത്രജ്ഞന്മാരും പരിണാമത്തിലൂടെയാണ് എന്നത് അംഗീകരിക്കുന്നവരാണ്. പരിണാമത്തിലൂടെയാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടതെങ്കിൽ ആദ്യ ഏകകോശ ജീവി വെള്ളത്തിലുണ്ടായി എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ആദ്യ ഏകകോശ ജീവി അന്ന് വെള്ളത്തിലുണ്ടായത്? അതുവരെ ഉണ്ടാകാതിരുന്ന ആദ്യ ജീവൻ വെള്ളത്തിൽ എന്തുകൊണ്ടുണ്ടായി? അവിടെ ശാസ്ത്രത്തിന് ഉത്തരമില്ല. എന്തുകൊണ്ടുണ്ടായി എന്ന് ചോദിച്ചാൽ അത് പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ഉണ്ടായി എന്ന് പറയാനേ ശാസ്ത്രത്തിന് കഴിയുകയുള്ളൂ. നമ്മൾ പറയും അവിടെയും പ്രവർത്തിച്ചത് ദൈവമാണ്. ദൈവത്തിൻ്റെ പദ്ധതിയിൽ മനുഷ്യൻ പരിണാമത്തിലൂടെ രൂപപ്പെടണമെന്നായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി. അങ്ങനെ ദൈവിക പദ്ധതിയിൽ ആദ്യ ഏകകോശി ഉണ്ടായി, ബഹുകോശജീവിയായി തീർന്നു. അങ്ങനെ പരിണാമത്തിലൂടെ മറ്റ് ജീവജാലങ്ങൾ രൂപപ്പെട്ടു. അപ്പോൾ ക്രിസ്തുമതത്തെ സംബന്ധിച്ചിടത്തോളം ദൈവമാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ഈ രണ്ട് അടിസ്ഥാന വിശ്വാസങ്ങളാണ് ആദ്യ 11 അധ്യായങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ യഹൂദ മതത്തെ സംബന്ധിച്ചിടത്തോളം അവർ ആദ്യ ഭാഗം എഴുതുന്നത് അവിടെ വിശ്വാസത്തിൻ്റെ നിറവിൽ അവിടെ മക്കൾക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. BC 1300 ശേഷം BC 200 ഈ പഴയ നിയമഗ്രന്ഥങ്ങളെല്ലാം എഴുതപ്പെടുന്നത്. പഴയ നിയമഗ്രന്ഥങ്ങളിൽ 46 പുസ്തകങ്ങളാണ് ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഈ 46 പുസ്തകങ്ങൾ യഹൂദ സമൂഹം അല്ല റബിമാർ അത് അംഗീകരിച്ചതിനെയാണ് കാനൂനിക പുസ്തകങ്ങൾ, ബൈബിൾ കാനൻസ് നമ്മൾ പറയുക. പുതിയ നിയമം AD 55 AD 100 ഇടയിലാണ് പുതിയ നിയമം എഴുതപ്പെട്ടത്. നമുക്കറിയാം വിശുദ്ധ പൗലോസിൻ്റെ ലേഖനങ്ങളാണ് ചിലതൊക്കെ ആദ്യം എഴുതപ്പെട്ടതെന്ന് പണ്ഡിതന്മാർ പറയുന്നു. AD 60 ശേഷമാണ് സുവിശേഷങ്ങൾ എഴുതപ്പെടുക. അപ്പോൾ AD 55 100 ഇടയിലാണ് പുതിയ നിയമം എഴുതപ്പെടുക. ചുരുക്കത്തിൽ BC 1300 AD 100 ഉള്ളിലാണ് ഏകദേശം 1400 വർഷത്തെ നീണ്ട ചരിത്രമാണ് വിശുദ്ധ ബൈബിളിലുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി 73 പുസ്തകങ്ങൾ ഉള്ളതായി നമ്മൾ മനസ്സിലാക്കി. പഴയ നിയമത്തിലെ 46 പുസ്തകങ്ങൾ. ഈ 46 പുസ്തകങ്ങളുടെ കാനൂനികതയെക്കുറിച്ച് നമുക്ക് ഹ്രസ്വമായിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. യഹൂദന്മാരുടെ ഇടയിൽ എഴുതപ്പെട്ട വിവിധ ലിഖിതങ്ങളുണ്ടായിരുന്നു. BC 3-ാം നൂറ്റാണ്ടിൽ 70 യഹൂദ റബിമാർ ഒന്നിച്ചുകൂടി ഹീബ്രു ബൈബിൾ ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അന്ന് അവർ കാനൂനികമെന്ന് കരുതിയ പുസ്തകങ്ങൾ ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അങ്ങനെ 24 പുസ്തകങ്ങളാണ് ഗ്രീക്ക് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടത്. ആ 24 പുസ്തകങ്ങളെ വിഭജിച്ചപ്പോൾ, ഉദാഹരണമായി 1 രാജാക്കന്മാർ, 2 രാജാക്കന്മാർ, 1, 2 സാമുവേൽ, അങ്ങനെ വിഭജിച്ചപ്പോൾ 39 പുസ്തകങ്ങൾ അവർ ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടപ്പോൾ അവർ രൂപപ്പെടുത്തി. ആ കൂട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന 7 പുസ്തകങ്ങൾ കൂടി അവർ ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. 1, 2 മക്കബായക്കാർ, തോബിത്ത്, യൂദത്ത്, പ്രഭാഷകൻ, ജ്ഞാനം, ബാറൂക്ക്, ഈ 7 പുസ്തകങ്ങളെ അവർ കൂട്ടിച്ചേർത്തു. ഈ പുസ്തകങ്ങളെ ഡെയൂട്രോ കാനൂനിക്കൽ, ഉത്തര കാനൂനിക ഗ്രന്ഥങ്ങളെന്നാണ് പൊതുവെ അറിയപ്പെടുക. അങ്ങനെ 39 കൂടെ 7 പുസ്തകങ്ങൾ കൂടെ ചേർത്ത് 46 പുസ്തകങ്ങളുള്ള ഗ്രീക്ക് കാനൻ, സെപ്തുജിന്ത് എന്നറിയപ്പെടുന്ന ഗ്രീക്ക് കാനൻ രൂപപ്പെടുകയുണ്ടായി. അങ്ങനെ അലക്സാണ്ട്രിയൻ കാനനിൽ 46 പുസ്തകങ്ങളുള്ള പഴയ നിയമ ഗ്രന്ഥമാണ് നമ്മൾ കാണുക. എന്നാൽ അതേസമയം തന്നെ പാലസ്തീനിയൻ കാനൻ, അങ്ങനെ ഒരു കാനനുണ്ട്. അതിൽ 39 പുസ്തകങ്ങളേ ഉള്ളൂ. ഈ ഗ്രീക്ക് കാനനെ പല യഹൂദ റബിമാരും അംഗീകരിച്ചിരുന്നില്ല. അവർ പാലസ്തീനിയൻ കാനനാണ് അംഗീകരിച്ചിരുന്നത്. യേശുവിൻ്റെ കാലഘട്ടത്തിൽ പാലസ്തീനിയൻ കാനനും ഗ്രീക്ക് കാനനും ഒരുപോലെ നിലനിന്നിരുന്നു. ക്രിസ്ത്യാനികൾ ഈ ഗ്രീക്ക് കാനനാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. യേശുവിൻ്റെ മരണോത്ഥാന ശേഷം ക്രിസ്ത്യാനികൾ ഈ 46 പുസ്തകങ്ങളുള്ള ഈ ഗ്രീക്ക് കാനനാണ് ഔദ്യോഗികമായി ആദിമസഭ ഉപയോഗിച്ചിരുന്നത്. ഒരുപക്ഷെ അതുകൊണ്ടാകാം AD 100 ജാമിനിയായിൽ യഹൂദ റബിമാർ ഒരു കൗൺസിൽ കൂടുകയും
ഒരു പാലസ്തീനിയൻ കാനൻ, 39 പുസ്തകമുള്ള പാലസ്തീനിയൻ കാനൻ ഔദ്യോഗികമായി യഹൂദ മതത്തിൻ്റെ പഴയ നിയമ ഗ്രന്ഥമായി അവർ അംഗീകരിച്ചു. അപ്പോൾ ക്രിസ്ത്യാനികൾ 46 പുസ്തകങ്ങളുള്ള ഗ്രീക്ക് കാനൻ ഉപയോഗിച്ചപ്പോൾ AD 100 ശേഷം യഹൂദ മതം 39 കാനനുള്ള പുസ്തകങ്ങളുള്ള പലസ്തീനിയൻ കാനൻ അവർ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചു. അങ്ങനെ യഹൂദ പശ്ചാത്തലത്തിൽ 2 ബൈബിൾ കാനൻസ് നമുക്ക് കാണാൻ സാധിക്കും. 46 പുസ്തകങ്ങളും 39 പുസ്തകങ്ങളുമുള്ള 2 ബൈബിൾ കാനൻസ്. കത്തോലിക്ക സഭയും മറ്റ് പൗരസ്ത്യ സഭകളും 16-ാം നൂറ്റാണ്ട് വരെ ഈ 46 പുസ്തകങ്ങളുള്ള ബൈബിൾ ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതായത് ഉത്തര കാനൂനിക ഗ്രന്ഥങ്ങൾ ഉൾപ്പെടെയുള്ള 46 പുസ്തകങ്ങൾ അടങ്ങിയ പഴയ നിയമ ഗ്രന്ഥമാണ് കത്തോലിക്കരും അതുപോലെ തന്നെ ഓർത്തഡോക്സുകാരും അന്ന് വരെയുള്ള എല്ലാ ക്രിസ്ത്യാനികളും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ 46 പുസ്തകങ്ങളുള്ള ബൈബിളാണ്. അതുപോലെ തന്നെ 27 പുസ്തകങ്ങളുള്ള പുതിയ നിയമം, അങ്ങനെ 73 പുസ്തകങ്ങളുള്ള ബൈബിളാണ് 16-ാം നൂറ്റാണ്ട് വരെ ക്രിസ്തു മതത്തിൽ എല്ലാ വിഭാഗക്കാരും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. 16-ാം നൂറ്റാണ്ടിൽ ആദ്യമായി മാർട്ടിൻ ലൂതർ ബൈബിള് ജർമ്മനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം ഈ 46 പുസ്തകങ്ങളുള്ള അലക്സാണ്ട്രിയൻ കാനന് പകരം 39 പുസ്തകങ്ങളുള്ള പാലസ്തീനിയൻ കാനനാണ് അദ്ദേഹം സ്വീകരിച്ചത്. അദ്ദേഹം അങ്ങനെ ക്രിസ്തുമതം ഉപയോഗിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ക്രിസ്ത്യ മതത്തിലെ മറ്റു വിഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അലക്സാണ്ട്രിയൻ കാനനിലെ 7 പുസ്തകങ്ങളെ തള്ളിക്കളഞ്ഞ് 39 കാനനുള്ള പാലസ്തീനിയൻ കാനൻ ഔദ്യോഗികമായിട്ട് സ്വീകരിക്കുകയും, എന്നാൽ ഈ 7 പുസ്തകങ്ങളെ ബൈബിളിൻ്റെ അവസാനം അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ മാർട്ടിൻ ലൂതർ ട്രാൻസ്ലേറ്റ് ചെയ്ത ബൈബിളിൽ 73 പുസ്തകങ്ങളുമുണ്ട്. പക്ഷേ ഈ 7 പുസ്തകങ്ങളെ, ഉത്തര കാനൂനിക ഗ്രന്ഥങ്ങളെ ബൈബിളിൻ്റെ അവസാനത്തേക്ക് മാറ്റി എന്നുള്ളതാണ് പ്രത്യേകത. മാർട്ടിൻ ലൂതറിന് ശേഷം പ്രൊട്ടസ്റ്റൻ്റ് ബൈബിൾ 39 പുസ്തകങ്ങൾ മാത്രമുള്ള പുസ്തകങ്ങളായി ചുരുക്കപ്പെട്ടു. അതുകൊണ്ടാണ് പ്രൊട്ടസ്റ്റൻ്റ് ബൈബിളിൽ 39 പഴയ നിയമ ഗ്രന്ഥങ്ങളും 27 പുതിയ നിയമ ഗ്രന്ഥങ്ങൾ ഉൾപ്പെടെ 66 പുസ്തകങ്ങളുള്ളത്. എന്നാൽ കത്തോലിക്ക ബൈബിളിലും ഓർത്തഡോക്സ് സഭയുടെ ബൈബിളിലും 46ഉം 27ഉം കൂടെ ചേർന്ന് 73 പുസ്തകങ്ങളുള്ള ബൈബിളാണ് ഉപയോഗിക്കുന്നത്. പഴയ നിയമത്തിലെ 46 പുസ്തകങ്ങൾ രൂപപ്പെട്ടതിനെക്കുറിച്ച് നമ്മൾ പൊതുവായിട്ട് മനസ്സിലാക്കി. പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങൾ എങ്ങനെയാണ് രൂപപ്പെട്ടത്, ആരാണിത് ഔദ്യോഗിക പുസ്തകമാണെന്ന് പറഞ്ഞത്, അതിൻ്റെ കാനൂനികത അംഗീകരിച്ചത് എന്നാണ്, ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ ഹ്രസ്വമായിട്ട് മനസ്സിലാക്കുന്നത് നല്ലതാണ്. നമുക്കറിയാം, കർത്താവിൻ്റെ ഉത്ഥാനശേഷം ഏകദേശം AD 60 ശേഷമാണ് സുവിശേഷങ്ങൾ എഴുതപ്പെടുക. അപ്പോൾ കർത്താവിൻ്റെ മരണ ഉത്ഥാനശേഷം 30 വർഷക്കാലം വിശലിഖിതം എഴുതപ്പെട്ടിരുന്നില്ല, വാമൊഴിയാതെ പ്രഘോഷിക്കപ്പെട്ടിരുന്നു. അതിനുശേഷമാണ് ലിഖിത രൂപത്തിൽ അത് എഴുതപ്പെടുന്നത്. AD 55നും AD 100നും ഇടയിൽ ഇന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്ന പുതിയ നിയമഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടു. എന്നാൽ അതേസമയമോ അതിനുശേഷമോ എഴുതപ്പെട്ട മറ്റനേകം ഗ്രന്ഥങ്ങളും ഉണ്ടായിരുന്നു. ഹെർമാസിൻ്റെ ഇടയൻ, തോമായുടെ നടപടി എന്ന് പറയുന്ന നിരവധി പുസ്തകങ്ങളും അന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ 100 കണക്കിന് പുസ്തകങ്ങളിൽ 27 പുസ്തകങ്ങളാണ് ദൈവനിവേശിതമായതെന്നും കാനൂനികതയുള്ളതെന്നും തീരുമാനിച്ചത് ആരാണ് എന്നാണ്. നമുക്കൊരു കാര്യം കൃത്യമായിട്ട് അറിയാം, യേശു ഒരു പുസ്തകം എഴുതിയിട്ടില്ല, യേശു ഒരു പുസ്തകം എഴുതി കൊടുത്തിട്ടില്ല. ഒരുപക്ഷെ അപ്പോസ്തലന്മാർ എഴുതാനും പറഞ്ഞിട്ടില്ല, വിശലിഖിതം നമ്മൾ കാണുന്നില്ല അങ്ങനെ എഴുതാനും പറഞ്ഞതായിട്ട്. പക്ഷെ അവരെഴുതി, കുറേ ഭാഗങ്ങൾ എഴുതി. ആ എഴുതിയ പുസ്തകത്തെ പിൽക്കാല സഭയാണ് എൻ്റെ കാനൂനികത നിശ്ചയിച്ചത്. നമുക്ക് ലഭിക്കുന്ന തെളിവനുസരിച്ച് ആദ്യത്തെ ബൈബിൾ കാനനെക്കുറിച്ചുള്ള ഒരു അറിവ് AD 140 പാഷണ്ഡനായിരുന്ന അബദ്ധ ഉപദേശം പഠിപ്പിച്ചുകൊണ്ടിരുന്ന മാർസ്യൻ, അദ്ദേഹത്തിൻ്റെ ഒരു എഴുത്തിൽ ലൂക്കായുടെ സുവിശേഷവും വിശുദ്ധ പൗലോസിൻ്റെ 10 ലേഖനങ്ങളുമാണ് ബൈബിൾ കാനായി ആദ്യമായിട്ട് നമ്മൾ കാണുന്ന ഒരു രേഖ. അതിനുശേഷം AD 180 റോമിൽ വെച്ച് എഴുതപ്പെട്ട ഒരു രേഖയിൽ അതിന് മൂറത്തോറിയൻ ഫ്രാഗ്മെൻറ്റ്, മൂറത്തോറിയൻ കാനൻ എന്നറിയപ്പെടുന്നു. ഈ കാനനിൽ ഹെബ്രായർ, 1-2 പത്രോസ്, യാക്കോബ്, യോഹന്നാൻ്റെ 3 ലേഖനങ്ങൾ ഇവയൊഴികെയുള്ള പുതിയ നിയമത്തിലെ മറ്റ് പുസ്തകങ്ങളെല്ലാം
ഈ കാനനിൽ ഉള്ളതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. AD 325 ജീവിച്ചിരുന്ന എയൂസേബിയൂസ് എന്ന സഭാചരിത്രകാരൻ്റെ സാക്ഷ്യത്തിൽ യാക്കോവിൻ്റെയും യൂദായുടെയും പത്രോസിൻ്റെയും പുസ്തകങ്ങളെ, ലേഖനങ്ങളെ സംശയമുള്ള ബൈബിൾ കാനനായി അദ്ദേഹം അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. AD 363 ലെവോദോക്കിയയിലെ ഒരു കൗൺസിൽ വെളിപാട് ഒഴികെയുള്ള പുസ്തകങ്ങളെ ബൈബിളിലെ കാനൻസിനകത്ത് ഉൾപ്പെടുത്തിയതായി സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ 27 പുസ്തകങ്ങളെക്കുറിച്ച് കൃത്യമായി ഒരു പഠിപ്പീര് നടത്തുന്നത് AD 367 അലക്സാണ്ട്രിയയിലെ വിശുദ്ധ അത്തനാസ്യോസാണ്. വിശുദ്ധ അത്തനാസ്യോസ് തൻ്റെ ഈസ്റ്റർ പ്രഭാഷണത്തിൽ പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളാണ് ഉള്ളത് എന്ന് അദ്ദേഹം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു. അതിനുശേഷം AD 382 റോമിലെ ദമാസോസ് പാപ്പ ഒരു പ്രാദേശിക സൂനോദോസിൽ വെച്ച് പഴയ നിയമത്തിൽ 46 പുസ്തകങ്ങളും പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങൾ ഉൾപ്പെടെ 73 പുസ്തകങ്ങളാണ് വിശുദ്ധ ലിഖിതത്തിലുള്ളത് എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. AD 397 ഹിപ്പോയിൽ നടന്ന പ്രാദേശിക സൂനോദോസിൽ 73 പുസ്തകങ്ങളിൽ നിന്ന് മാത്രമേ ആരാധനയിൽ വായിക്കാവൂ എന്ന് പ്രത്യേകമായ തീരുമാനമുണ്ടായി. AD 397 419 കാർത്തേജിൽ നടന്ന സൂനോദോസിൽ ബൈബിളിലെ 73 പുസ്തകങ്ങളിൽ നിന്ന് മാത്രമേ ആരാധനയിൽ വായിക്കാവൂ എന്ന് തീരുമാനമുണ്ടായി. AD 405 വിശുദ്ധ ജെറോം തയ്യാറാക്കിയ ലത്തീൻ ബൈബിൾ വുൾഗാത്ത, ഈ ബൈബിളിലും 73 പുസ്തകങ്ങളാണ് അംഗീകരിച്ചിരിക്കുന്നത്. AD 1546 ത്രന്തോസ് സൂനോദോസ് അവസാനമായി കത്തോലിക്ക സഭയിൽ ബൈബിളിൻ്റെ കാനനെ പൂർണ്ണമായി നിശ്ചയിച്ച് ഉറപ്പിച്ചു. പഴയ നിയമത്തിൽ 46 പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളടങ്ങിയ 73 പുസ്തകങ്ങളാണ് കാനോനിക ഗ്രന്ഥങ്ങളെന്ന് ത്രന്തോസ് സൂനോദോസ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ചുരുക്കത്തിൽ ഈ പഴയ നിയമ പുതിയ നിയമ ഗ്രന്ഥങ്ങളുടെ കാനൻ സഭയാണ് അതിനെ അംഗീകരിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സഭയാണോ ബൈബിളാണോ ആദ്യമുണ്ടായത്? പലരും ചോദിക്കുന്ന ചോദ്യമാണ്. ഒരു കാര്യം തീർച്ചയാണ്, ദൈവം ബൈബിൾ എന്ന് പറയുന്നൊരു പുസ്തകം മുകളിൽ നിന്ന് താഴേക്ക് ചരടെ കെട്ടി ഇറക്കി തന്നിട്ടില്ല. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരു പുസ്തകം മുകളിൽ നിന്ന് താഴേക്ക് ഇറക്കി തന്നിട്ടില്ല. ബൈബിള് എഴുതപ്പെട്ടത് ഒരു വിശ്വാസ സമൂഹത്തിലാണ്, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും. അതുകൊണ്ട് ബൈബിളാണോ സഭയാണോ ആദ്യമുണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസികളുടെ സമൂഹമായ സഭയാണ് ആദ്യമുണ്ടായത്. പഴയ നിയമത്തിൽ ഇസ്രായേൽ സമൂഹമാണ് ആദ്യമുണ്ടായത്. BC 1800 അബ്രഹാമിനെ വിളിക്കുന്നു. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, യാക്കോബിൻ്റെ 12 മക്കൾ, അവർ അടിമത്തത്തിൽ ഈജിപ്തിൽ കഴിയുന്നു. അതിനുശേഷം അബ്രഹാമിൻ്റെ വിളിക്ക് ശേഷം ഇസ്രായേൽ രൂപപ്പെട്ടതിന് ശേഷം 500 വർഷങ്ങൾക്ക് ശേഷമാണ് എഴുതപ്പെട്ട ലിഖിതം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇസ്രായേൽ സമൂഹമാണ് ആദ്യമുണ്ടായത്. ഇസ്രായേൽ സമൂഹത്തിനുള്ളിൽ ഇസ്രായേൽ ജനം തന്നെയാണ്, ദൈവനിവേശിതരായ ഇസ്രായേൽ ജനം തന്നെയാണ് പഴയ നിയമം എഴുതുന്നത്. പുതിയ നിയമത്തിലും കർത്താവിൻ്റെ മരണ ഉത്ഥാന ശേഷം കർത്താവ് ദൗത്യം അപ്പസ്തോലന്മാരെ ഏൽപ്പിക്കുന്നു, അധികാരം അപ്പസ്തോലന്മാരെ ഏൽപ്പിക്കുന്നു. യേശു ഒരിക്കലും ഒരു പുസ്തകം എഴുതി അപ്പസ്തോലന്മാരെ ഏൽപ്പിച്ചില്ല, പുസ്തകം എഴുതണമെന്ന് പറഞ്ഞില്ല. പിന്നെയോ സുവിശേഷം പ്രഘോഷിക്കാനുള്ള അധികാരമാണ് അപ്പസ്തോലന്മാരെ ഏൽപ്പിച്ചത്, സഭയെ ഏൽപ്പിച്ചത്. കർത്താവ് മരിച്ച് ഉത്ഥാനം ചെയ്തതിന് ശേഷം ഏകദേശം 30 വർഷങ്ങൾക്ക് ശേഷമാണ് വിശുദ്ധ ലിഖിതം എഴുതപ്പെടുന്നത്. അപ്പോൾ പുതിയ നിയമം എഴുതപ്പെടുന്നത് സഭയ്ക്കുള്ളിൽ സഭയ്ക്കു വേണ്ടി സഭയിലെ ദൈവനിവേശിതരായ വ്യക്തികൾ എഴുതിയതാണ് ബൈബിൾ. അപ്പോൾ സഭയാണ് ആദ്യമുണ്ടായത്. സഭയ്ക്കുള്ളിൽ സഭയ്ക്കു വേണ്ടി സഭയിലെ ദൈവനിവേശിതരായ വ്യക്തികളാൽ എഴുതപ്പെട്ടതാണ് വിശുദ്ധ ലിഖിതം. ആ ലിഖിതം ഏതൊക്കെയാണെന്ന് അംഗീകരിച്ചതും സഭയാണ്, ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതും സഭയാണ്. അതുകൊണ്ട് സഭയ്ക്കാണ് അതോറിറ്റി. വിശുദ്ധ ബൈബിൾ വ്യാഖ്യാനിക്കാനും അതിൻ്റെ അവസാനത്തെ വാക്കു പറയുവാനുമുള്ള അധികാരം സഭയ്ക്കാണ്. ബൈബിളിനെക്കുറിച്ചോ ബൈബിളിലെ ഏതെങ്കിലും ഭാഗത്തെക്കുറിച്ചോ ഒരു സംശയമുണ്ടാകുമ്പോൾ അതിൻ്റെ അവസാനത്തെ ഉത്തരം പറയേണ്ടത് സഭയാണ്. അതുകൊണ്ട് അതോറിറ്റി സഭയ്ക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം.
അതുകൊണ്ട് ബൈബിളല്ല ആദ്യമുണ്ടായത്, സഭയാണ് ആദ്യമുണ്ടായത്. സഭയ്ക്കുള്ളിൽ സഭയ്ക്ക് വേണ്ടി സഭയാൽ എഴുതപ്പെട്ടതാണ് ബൈബിൾ. വിശ്വാസ പ്രമാണത്തിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അതിന് 3 പാരഗ്രാഫിലായിട്ട് പിതാവിൽ വിശ്വസിക്കുന്നു, പുത്രനിൽ വിശ്വസിക്കുന്നു, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഉടനെ പറയുന്നത് ഏകവും വിശുദ്ധവും കാതോലികവും ശ്ലൈഹികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സഭയെ വിശ്വസിക്കുന്നു, ബൈബിളിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ സഭയെയാണ് വിശ്വസിക്കുന്നത്, സഭയിലാണ് വിശ്വസിക്കുന്നത്. സഭയെ വിശ്വസിക്കുന്നത് കൊണ്ട്, സഭയിൽ വിശ്വസിക്കുന്നത് കൊണ്ട് സഭ പറഞ്ഞത് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ബൈബിൾ വിശ്വസിക്കുക. സഭയാണ് പറഞ്ഞത് ഈ 27 പുസ്തകങ്ങളാണ് ദൈവനിവേശിതം, അതുകൊണ്ട് നമ്മളത് വിശ്വസിക്കുന്നു. അതുകൊണ്ട് സഭയ്ക്കാണ് അതോറിറ്റി. ബൈബിൾ വെച്ചുകൊണ്ട്, എഴുതപ്പെട്ട ലിഖിതം വെച്ചുകൊണ്ട് രൂപപ്പെട്ടതല്ല സഭ. പിന്നെയോ സഭയ്ക്കുള്ളിലാണ് എഴുതപ്പെട്ട ലിഖിതം രൂപപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാകണം. 3 യാഥാർത്ഥ്യങ്ങൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. കർത്താവ് ഉത്ഥാനം ചെയ്ത് ശിഷ്യന്മാർക്ക് ഒരു ദൗത്യം ഏൽപ്പിക്കുന്നു. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാവരോടും സുവിശേഷം പ്രഘോഷിക്കണം. അത് വാമൊഴിയായി പ്രഘോഷിച്ചു. വാമൊഴിയായി പ്രഘോഷിച്ചത് അത് വിശുദ്ധ പാരമ്പര്യമായി തീർന്നു. എഴുതപ്പെട്ടപ്പോൾ അത് വിശുദ്ധ ലിഖിതമായി തീർന്നു. അപ്പോൾ വിശ്വാസത്തിൻ്റെ ഉറവിടം എന്ന് പറയുക, ക്രിസ്തുമതത്തിൻ്റെ ഉറവിടം എന്ന് പറയുക ഈ വെളിപാടിൻ്റെ ചരിത്രമാണ്. വിശുദ്ധ പാരമ്പര്യത്തിലും വിശുദ്ധ ലിഖിതത്തിലും ഉൾച്ചേർന്നിരിക്കുന്ന ഈ വെളിപാടിൻ്റെ രഹസ്യം, ചരിത്രം ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ പോലെയാണ്. എന്നാൽ ഈ വിശുദ്ധ പാരമ്പര്യത്തെയും വിശുദ്ധ ലിഖിതത്തെയും ചേർത്ത് നിർത്തുന്നത്, ബലപ്പെടുത്തുന്നത് സഭയുടെ അപ്പസ്തോലിക അധികാരമാണ്, മജിസ്റ്റേരി. അപ്പോൾ 3 കാലുള്ള ഒരു പീഠത്തിന്മേലാണ് സഭ നിൽക്കുക. വിശുദ്ധ പാരമ്പര്യം, വിശുദ്ധ ലിഖിതം, അപ്പസ്തോലിക അധികാരം. അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ ഈ പീഠം മറിയും. കത്തോലിക്ക സഭ മറ്റ് പൗരസ്ത്യ സഭകളും ഈ 3 കാലിലാണ് നിൽക്കുക. ഈ പീഠത്തിന് 3 കാലുകളുണ്ട് ഈ സിംഹാസനത്തിൽ. വിശുദ്ധ ലിഖിതം, വിശുദ്ധ പാരമ്പര്യം, അപ്പസ്തോലിക അധികാരം, മജിസ്റ്റേരിയം. പാരമ്പര്യങ്ങളെയും വിശുദ്ധ ലിഖിതങ്ങളെയും വ്യാഖ്യാനിക്കുവാനും അതിന് അവസാന ഉത്തരം പറയുവാനും ഉള്ള ഈ അപ്പസ്തോലിക അധികാരം. സഭയ്ക്കാണ് അതോറിറ്റി എന്ന് പറയുമ്പോഴും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. സഭ ദൈവവചനത്തിന് മുകളിലല്ല. ദൈവവചനത്തെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ് സഭയുടെ ലക്ഷ്യം. അതുകൊണ്ട് ദൈവവചനവും സഭയും പരസ്പരം ഇഴചേർന്നിരിക്കുന്നു, പരസ്പരം ബന്ധിതമായിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. കത്തോലിക്കാ സഭ ഈ 3 കാലുകളുള്ള ഒരു പീഠത്തിന്മേലാണ് നിൽക്കുന്നതെന്ന് നമ്മൾ പറയുകയുണ്ടായി. അതുകൊണ്ടാണത് വീഴാതെ നിൽക്കുന്നത്. എന്നാൽ പ്രൊട്ടസ്റ്റൻ്റ് സഭ ഒറ്റക്കാലിലാണ് നിൽക്കുന്നത്. ബൈബിള് മാത്രം, സോളാ സ്ക്രിപ്തൂര, ബൈബിൾ അലോൺ, ഒറ്റക്കാലിൽ നിൽക്കുന്നത് കൊണ്ടാണ് അത് അന്നു മുതൽ ഇന്ന് വരെ വീണ് ഏകദേശം 40,000 കഷണങ്ങളായി ചിതറിക്കപ്പെട്ടിരിക്കുന്നു. ഒറ്റക്കാലിൽ നിൽക്കുന്നൊരു പ്രസ്ഥാനമാണത്, ബൈബിൾ അലോൺ. കത്തോലിക്ക സഭ വിശുദ്ധ പാരമ്പര്യത്തിലും വിശുദ്ധ ലിഖിതത്തിലും അപ്പസ്തോലിക അധികാരത്തിലും മജിസ്റ്റേരിയം, ഈ 3 കാലിലാണ് നിൽക്കുക. വെളിപാടിൻ്റെ ചരിത്രം എഴുതിയപ്പോൾ അത് വിശുദ്ധ ലിഖിതമായി, ബൈബിളായി നമ്മൾ കണ്ടു. രണ്ടാമതായി അത് അടയാളത്തിലൂടെയും പ്രതീകത്തിലൂടെയും ആഘോഷിച്ചപ്പോൾ അത് വിശുദ്ധ കുർബാനയായി അഥവാ ആരാധനക്രമമായി. വെളിപാടിൻ്റെ ചരിത്രം എഴുതിയപ്പോൾ ബൈബിളായെങ്കിൽ അത് ആഘോഷിച്ചപ്പോൾ അത് ആരാധനക്രമമായി. 6 ആരാധന കുടുംബങ്ങൾ സഭയിൽ രൂപപ്പെടുകയുണ്ടായി. എങ്ങനെ 4 സുവിശേഷങ്ങൾ രൂപപ്പെട്ടോ അതുപോലെ തന്നെയാണ് 6 ആരാധന രീതികളും രൂപപ്പെട്ടത്. ഒരു സുവിശേഷത്തിന് ഒരു അപ്പനും അമ്മയുമുണ്ട്. സുവിശേഷം എഴുതിയ വ്യക്തിയെ അപ്പനായി കരുതിയാൽ, ആർക്കു വേണ്ടി സുവിശേഷം എഴുതിയോ ആ സമൂഹത്തെ, ആ സംസ്കാരത്തെ അമ്മയായി കരുതിയാൽ അവരുടെ ഇടയിൽ ജനിച്ച ശിശുവാണ് ഒരു സുവിശേഷം. ഉദാഹരണമായി വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം, വിശുദ്ധ മത്തായി അപ്പനാണെങ്കിൽ യഹൂദ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണ് എഴുതപ്പെട്ടത്. യഹൂദ ക്രിസ്തീയ സമൂഹം അത് അമ്മയാണെങ്കിൽ അവിടെ ജനിച്ച ശിശുവാണ് ഈ സുവിശേഷം, മത്തായിയുടെ സുവിശേഷം. ഇതുപോലെ തന്നെയാണ് 4 സുവിശേഷങ്ങളും രൂപപ്പെട്ടത്. 4 സുവിശേഷങ്ങൾക്കൊരു അപ്പനുണ്ട്, 4 സുവിശേഷങ്ങൾക്ക് അമ്മയുമുണ്ട്. അതുകൊണ്ടാണ് 4 സുവിശേഷങ്ങളും അനന്യമാണ്, യുണീക്കാണ് എന്ന് നമ്മൾ പറയുക. അതുപോലെ തന്നെയാണ് 6 ആരാധനാ കുടുംബങ്ങൾ. ഈ വെളിപാടിൻ്റെ കഥ
എഴുതിയപ്പോൾ ബൈബിളായെങ്കിൽ അത് 6 സ്ഥലങ്ങളിൽ പ്രത്യേക രീതിയിൽ അത് ആഘോഷിച്ചപ്പോൾ ആരാധനക്രമമായി, വിശുദ്ധ കുർബാനയായി. സഭയിൽ 6 ആരാധനാ കേന്ദ്രങ്ങൾ രൂപപ്പെടുകയുണ്ടായി ആദിമസഭയിൽ. നമുക്കറിയാം, റോമാ സാമ്രാജ്യത്തെ 2ആയിട്ടാണ് വിഭജിച്ചിരുന്നത്. പാശ്ചാത്യ റോമാ സാമ്രാജ്യവും പൗരസ്ത്യ റോമാ സാമ്രാജ്യവും. പാശ്ചാത്യ റോമാ സാമ്രാജ്യത്തിന് പുറത്ത് 5 ആരാധനാ കുടുംബങ്ങൾ രൂപപ്പെടുകയുണ്ടായി. പൗരസ്ത്യ റോമാ സാമ്രാജ്യം രൂപപ്പെട്ട ആരാധനക്രമമാണ് അന്ത്യോക്യൻ ആരാധനക്രമം. അന്ത്യോക്യയിലാണ് പത്രോസ് ആദ്യം സുവിശേഷം പ്രഘോഷിച്ചത്. അവിടെ ഒരു സഭയുണ്ടായി, അവിടെ ഒരു ആരാധനക്രമം രൂപപ്പെട്ടു. അപ്പോൾ ആരാധനക്രമത്തിനും ഒരപ്പനും അമ്മയുമുണ്ട്. അപ്പോൾ അന്ത്യോക്യയിൽ രൂപപ്പെട്ട ആരാധനക്രമത്തിൻ്റെ അപ്പൻ പത്രോസ്ലീഹായാണെങ്കിൽ അന്ത്യോക്യൻ സംസ്കാരവും അവിടെ ജീവിത രീതിയും ആ സമൂഹത്തിൻ്റെ അനുഭവവും കൂടെ കൂട്ടിച്ചേർത്തപ്പോൾ അവിടെ രൂപപ്പെട്ടു വന്ന ആരാധനക്രമത്തെയാണ് അന്ത്യോക്യൻ ആരാധനക്രമം എന്ന് പറയുക. രണ്ടാമതായി അലക്സാണ്ട്രിയൻ ആരാധനക്രമം. അലക്സാണ്ട്രിയയിൽ പത്രോസിന് ശിഷ്യനായ വിശുദ്ധ മർക്കോസാണ് അവിടെ സുവിശേഷം പ്രഘോഷിച്ചത്. അവിടെ രൂപപ്പെട്ട ആരാധനക്രമം അലക്സാണ്ട്രിയൻ ആരാധനക്രമം. മറ്റൊന്നുള്ളത് ബൈസൻ്റൈൻ ആരാധനക്രമം. കോൺസ്റ്റാന്റിനോപ്പിൾ, വിശുദ്ധ അന്ത്രയോസ്ലീഹായാണ് കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ അപ്പസ്തോലൻ. അന്ത്രയോസ്ലീഹ കോൺസ്റ്റാന്റിനോപ്പിൾ സുവിശേഷം പ്രഘോഷിച്ച് ഗ്രീക്ക് സംസ്കാരത്തിൽ സുവിശേഷം പ്രഘോഷിച്ച് അവിടെ രൂപപ്പെട്ടു വന്ന ആരാധനക്രമമാണ് ഗ്രീക്ക് ആരാധനക്രമം, ബൈസൻ്റൈൻ ആരാധനക്രമം. അർമേനിയയിലെ അപ്പസ്തോലൻ വിശുദ്ധ ബർത്തലോമിയ, അദ്ദേഹം അർമേനിയയിൽ സുവിശേഷം പ്രഘോഷിച്ചപ്പോൾ അവിടെ രൂപപ്പെട്ടു വന്ന ആരാധനക്രമമാണ് അർമേനിയൻ ആരാധനക്രമം. പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിന് പുറത്ത് പേർഷ്യയിൽ തോമാസ്ലീഹ സുവിശേഷം പ്രഘോഷിച്ചു. അവിടെ രൂപപ്പെട്ടു വന്ന ആരാധനക്രമമാണ് കൽദായ ആരാധനക്രമം. ഇനി പാശ്ചാത്യ റോമാ സാമ്രാജ്യത്തിൽ പത്രോസ്ലീഹ റോമിൽ സുവിശേഷം പ്രഘോഷിച്ചു. അവിടെ രൂപപ്പെട്ടു വന്ന ആരാധനക്രമമാണ് ലത്തീൻ ആരാധനക്രമം അല്ലെങ്കിൽ റോമൻ ആരാധനക്രമം. അങ്ങനെ 4 സുവിശേഷങ്ങൾ എങ്ങനെ രൂപപ്പെട്ടോ അതുപോലെ തന്നെ 6 ആരാധനാ കുടുംബങ്ങൾ, ആരാധനാ രീതികൾ ആദിമസഭയിൽ രൂപപ്പെടുകയുണ്ടായി. സുവിശേഷം ഏകദേശം 4 നൂറ്റാണ്ടുകൾ കൊണ്ടാണ് അതിൻ്റെ ഒരു ഫൈനൽ ഷേപ്പിലേക്ക് സഭ അംഗീകരിച്ച ഒരു രീതിയിലേക്ക് വന്നതെങ്കിൽ ആരാധനാക്രമങ്ങളും ആദ്യത്തെ 4 നൂറ്റാണ്ടുകൾ കൊണ്ടാണ് ഈ 6 ആരാധനാക്രമങ്ങൾ രൂപപ്പെട്ടു വന്നത്. ഈ 6 ആരാധനാക്രമങ്ങളുടെ പുത്രി സഭകളാണ് കത്തോലിക്ക സഭയിൽ ഇന്നുള്ള 24 റീത്തുകൾ. നമുക്കറിയാം, പൗരസ്ത്യ ആരാധനാക്രമത്തിൽ ചേർന്നിരിക്കുന്ന റീത്തുകൾ അന്ത്യോക്യൻ ആരാധനാക്രമത്തിൽ അന്ത്യോക്യൻ, മാറോനൈറ്റ്, മലങ്കര. അലക്സാണ്ട്രിയൻ ആരാധനാക്രമത്തിൽ കോപ്റ്റിക്, എത്യോപ്യൻ, എറിത്രേറിയൻ സഭകൾ. ബൈസൻ്റൈൻ ആരാധനാക്രമത്തിൽ ഗ്രീക്ക് ആരാധനാക്രമത്തിൽ 14 സഭകളുണ്ട്. അതുപോലെ തന്നെ കൽദായ ആരാധനാക്രമത്തിൽ കൽദായ് സഭയും സീറോ മലബാർ സഭയും. അടുത്തതായി അർമേനിയൻ ആരാധനാക്രമത്തിൽ അർമേനിയൻ സഭ മാത്രമേ ഉള്ളൂ. അർമേനിയൻ ആരാധനാക്രമത്തിന് പുത്രി സഭകൾ ഒന്നും തന്നെ ഇല്ല. അങ്ങനെ പൗരസ്ത്യ സഭകളിൽ 23 സഭാസമൂഹങ്ങളാണ്. 5 ആരാധനാക്രമങ്ങളിലായി, ആരാധനാ കുടുംബങ്ങളിലായി 23 സഭകൾ, റീത്തുകളുണ്ട് എന്ന് നമ്മൾ പറയും. എന്നാൽ പാശ്ചാത്യ ആരാധനാക്രമമാണ് റോമൻ റീത്ത്, ലത്തീൻ റീത്ത്. ലത്തീൻ റീത്തിന് പുത്രി സഭകൾ ഉണ്ടായിരുന്നെങ്കിലും അവയെല്ലാം പിൽക്കാലത്ത് റോമൻ സഭയോട് ചേർന്നു. അംബ്രോസിയൻ, സിസ്റ്റേസ്യൻ, കർത്തൂസ്യൻ, സെൽട്ടിക് എന്നൊക്കെ പറയുന്ന വിവിധ സഭാസമൂഹങ്ങൾ പിന്നെ റോമൻ റീത്തിനോട് ലയിച്ച് ചേർന്നു. അങ്ങനെ 6 ആരാധനാ കുടുംബങ്ങളിലായി 24 റീത്തുകളാണ്, 24 വ്യക്തിഗത സഭകളാണ് കത്തോലിക്ക സഭയിലുള്ളത്. 24 വ്യക്തിഗത സഭകളുടെ കൂട്ടായ്മയാണ് കത്തോലിക്ക സഭ എന്ന് പറയുക. ഈ 24 സഭകളിൽ 6 ആരാധനാ കുടുംബങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ വെളിപാട് സുവിശേഷം എഴുതിയപ്പോൾ അത് വിശുദ്ധ ലിഖിതമായി, ബൈബിളായി, അത് വിവിധ സഭാ സമൂഹങ്ങളിൽ ആഘോഷിച്ചപ്പോൾ അത് ആരാധനക്രമമായി. ഈ വെളിപാടിൻ്റെ ചരിത്രം വിശ്വാസ സത്യമായി ക്രോഡീകരിച്ചപ്പോൾ അത് വിശ്വാസ പ്രമാണമായി. AD 325 നിഖ്യായിലും AD 381 കോൺസ്റ്റാന്റിനോപ്പിളിലും രൂപപ്പെട്ട വിശ്വാസ പ്രമാണത്തെയാണ് ഇന്ന് നമ്മൾ നൈസ്യൻ ക്രീഡ്, നിഖ്യ വിശ്വാസ പ്രമാണം എന്ന പേരിൽ ഇന്ന് ചൊല്ലുന്നത്. അപ്പോൾ
ഈ വെളിപാടിൻ്റെ ചരിത്രം അത് വിശ്വാസ സത്യമായി ക്രോഡീകരിച്ചിരിക്കുന്നതാണ് വിശ്വാസ പ്രമാണം. വിശ്വാസ പ്രമാണത്തിൻ്റെ ആ 4 ഭാഗങ്ങൾ നോക്കിയാൽ നമുക്കറിയാൻ സാധിക്കും. ഒന്നാമത്തെ സ്റ്റാൻസ, സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പഴയ നിയമം മുഴുവൻ ഒറ്റ പാരഗ്രാഫിൽ പറഞ്ഞു നിർത്തിയിരിക്കുകയാണ്. പ്രപഞ്ച സൃഷ്ടി മുതൽ യേശുക്രിസ്തു വരെയുള്ള മുഴുവൻ കാര്യങ്ങളും ഒറ്റ പാരഗ്രാഫിൽ, ഒറ്റ സെൻറ്റൻസ് പറഞ്ഞു നിർത്തിയിരിക്കുകയാണ്. പിതാവായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, സൃഷ്ടാവായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഈ പ്രപഞ്ചത്തെയും മനുഷ്യരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് പിതാവായ ദൈവമാണ്, അത് സത്യ ഏകദൈവമാണ്. സത്യ ഏകദൈവം എന്ന് പറയുമ്പോൾ ഏകദൈവ വിശ്വാസം ഉറപ്പിച്ച് പറയുകയാണ്. അതുപോലെ തന്നെ ഈ സത്യ ഏകദൈവം എന്ന് പറയുന്നതിലൂടെ പിതാവിൽ പുത്രനും പരിശുദ്ധാത്മാവും എന്ന 2 വ്യക്തികളുണ്ട് എന്നും പരോക്ഷമായി സൂചിപ്പിക്കുകയാണ്. പഴയ നിയമത്തിൽ പിതാവ് എന്ന് പറയുമ്പോൾ പിതാവ് തനിച്ചല്ല, ആ പിതാവിൽ നിന്ന് ജനിച്ച പുത്രനുണ്ട്, ആ പിതാവിൽ നിന്ന് പുറപ്പെട്ട പരിശുദ്ധാത്മാവുണ്ട്. അതൊരു തൃത്യേക ദൈവമാണ്. എന്നാൽ ആ ദൈവം ഏകദൈവമാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. സത്യ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു. അത് ഒറ്റപ്പെട്ടൊരു ദൈവമല്ല, പിന്നെയോ ഒരു കൂട്ടായ്മയാണ്. സത്യ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, ആ പിതാവിൽ പുത്രനും പരിശുദ്ധാത്മാവും എന്ന 2 വ്യക്തികൾ ഉണ്ട്. രണ്ടാമത്തെ പാരഗ്രാഫ് പുതിയ നിയമം മുഴുവൻ പറഞ്ഞിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ഏകപുത്രനും ഉണ്ടോ, പിതാവിൽ നിന്ന് ജനിച്ച്, എന്നിട്ട് അവരോട് പറഞ്ഞു വരികയാണ്, പിതാവിൽ നിന്ന് ജനിച്ചു, കാലക്രമത്തിൽ പിതാവിൽ നിന്ന് ജനിച്ച പുത്രൻ, പ്രകാശത്തിനുള്ള പ്രകാശം, സത്യദൈവത്തിനുള്ള സത്യദൈവം, പിതാവിൻ്റെ അതേ ദൈവത്വം, സമസത്ത, അതേ ദൈവീകത, പിതാവിൽ നിന്ന് ജനിച്ച പുത്രൻ. ഈ പുത്രൻ ചരിത്രത്തിൽ മനുഷ്യനായി തീർന്നു, ഹിസ്റ്റോറിക്കൽ പേഴ്സണായി. അതുകൊണ്ട് ചരിത്രത്തിൽ 2 വ്യക്തികളെ സൂചിപ്പിക്കുകയാണ്. പരിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് പരിശുദ്ധാത്മാവിൽ ജനിച്ചു. പൊന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത്, അതായത് യേശു ഒരു ചരിത്ര പുരുഷനാണെന്നും ഒരു സ്ത്രീയിൽ നിന്ന് ജനിച്ചുവെന്നും ചരിത്രത്തിൻ്റെ ഭാഗമായി യേശുവിനെ അവതരിപ്പിക്കുകയാണ്. പുതിയ നിയമം മുഴുവൻ 2ാമത്തെ പാരഗ്രാഫിൽ പൊന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് കഷ്ടമനുഭവിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്തു. അപ്പോൾ യേശു മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശു കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്ത് സ്വർഗത്തിലേക്ക് കരേറി ഇനിയും വിധിക്കുവാനായി രണ്ടാമത് വീണ്ടും വരും. അങ്ങനെ യേശു മിശിഹായുള്ള വിശ്വാസം മുഴുവൻ 2ാമത്തെ പാരഗ്രാഫിൽ ക്രോഡീകരിച്ചിരിക്കുകയാണ്. 3ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു, പിതാവിൽ വിശ്വസിക്കുന്നു, പുത്രനിൽ വിശ്വസിക്കുന്നു, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടി വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്ന പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ പിതാവിൽ വിശ്വസിക്കുന്നു. 2ാമത്തെ പാരഗ്രാഫ് പുതിയ നിയമം ഇവിടെ പറഞ്ഞു പുത്രനിൽ വിശ്വസിക്കുന്നു. 3ാമത്തെ പാരഗ്രാഫ് സഭയുടെ കാലഘട്ടമാണ്. പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു. തൃത്വത്തിലെ 3 വ്യക്തികളെ എടുത്തെടുത്ത് പറഞ്ഞ് 3 വ്യക്തികളുടെ വിശ്വാസം ഏറ്റു പറയുകയാണ്. എന്ത് പറയുകയാണ്? ഏകവും വിശുദ്ധവും കാതോലികവും ശ്ലൈഹികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശുവിൻ്റെ തുടർച്ചയായ സഭ, യേശുവിൻ്റെ ശരീരമായ സഭ, ഈ സഭയെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് വളരെ പ്രധാനപ്പെട്ടതാണ് സഭ. കർത്താവിൻ്റെ തുടർച്ചയായ സഭ, കർത്താവിൻ്റെ ശരീരമായ സഭ, ആ സഭയ്ക്കാണ് അധികാരം കർത്താവ് ഫലമേൽപ്പിച്ചത്. ഈ സഭയെ ഞങ്ങൾ വിശ്വസിക്കുന്നു. 4ാമത്തെ പാരഗ്രാഫിൽ പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമേ ഉള്ളൂ, ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സഭയുടെ കൂദാശകളിലും സഭയിലൂടെ പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ കൗദാശിക സാന്നിധ്യത്തെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും കർത്താവിൻ്റെ 2ാമത്തെ വരവിനെക്കുറിച്ചും പുതുജീവനിൽ നോക്കിപ്പാർക്കുന്നതിനെക്കുറിച്ചും പറഞ്ഞുകൊണ്ട് വിശ്വാസപ്രമാണം അവസാനിക്കുകയാണ്. പ്രപഞ്ച സൃഷ്ടിയിൽ ആരംഭിച്ച് 2ാമത്തെ വരവിൽ പൂർത്തിയാക്കപ്പെടുന്ന ഈ വെളിപാടിൻ്റെ ചരിത്രം അത് വിശ്വാസ പ്രമാണമായി ക്രോഡീകരിച്ചിരിക്കുന്നതാണ് നമ്മൾ ഇന്ന് ചൊല്ലുന്ന വിശ്വാസ പ്രമാണം. അപ്പോൾ ഈ വെളിപാടിൻ്റെ ചരിത്രം അത് എഴുതിയപ്പോൾ ബൈബിളായി, അത് ആഘോഷിച്ചപ്പോൾ ആരാധന ക്രമമായി, അത് വിശ്വാസത്യമായി ക്രോഡീകരിച്ചപ്പോൾ വിശ്വാസ പ്രമാണമായി, അത് ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും അത് വ്യാഖ്യാനിച്ചപ്പോൾ അത്
ദൈവശാസ്ത്രമായി, അത് ജീവിച്ചപ്പോൾ ആധ്യാത്മികതയായി. 2000 വർഷം സഭ ഈ ആധ്യാത്മികത ജീവിച്ചത് സഭാചരിത്രമായി. ചുരുക്കത്തിൽ ഈ വെളിപാടിൻ്റെ ചരിത്രം അത് നമുക്ക് വിവിധ രീതിയിൽ ഉറവിടങ്ങളായി നൽകപ്പെട്ടിരിക്കുകയാണ്, സോഴ്സായി നൽകപ്പെട്ടിരിക്കുകയാണ്. അതാണ് വിശ്വാസത്തിൻ്റെ സോഴ്സായി, കണ്ടൻ്റായി നമുക്കുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ മതബോധനത്തിൽ പ്രത്യേകിച്ച് വിശുദ്ധലിഖിതം പഠിക്കും, ആരാധനാക്രമത്തെക്കുറിച്ച് പഠിക്കും, സഭയുടെ വിശ്വാസ സത്യങ്ങളെക്കുറിച്ച് പഠിക്കും, സഭയുടെ ആധ്യാത്മികതയെക്കുറിച്ച് പഠിക്കും, സഭാചരിത്രം പഠിക്കും. ഇവയെല്ലാം വിശ്വാസത്തിൻ്റെ തലങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചത് വെളിപാടിൻ്റെ ചരിത്രം മനുഷ്യഭാഷയിൽ എഴുതിയതാണ് ബൈബിളെന്നും ആ ബൈബിള് എങ്ങനെ രൂപപ്പെട്ടുവെന്നും ആരെഴുതി, എന്നെഴുതി, അതിൻ്റെ രൂപീകരണ ചരിത്രത്തെക്കുറിച്ചും നമ്മൾ പഠിച്ചു. പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും സഭ അംഗീകരിച്ച ബൈബിൾ കാനൻസ് ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. കത്തോലിക്ക, പ്രൊട്ടസ്റ്റൻ്റ് ബൈബിളിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. പുതിയ നിയമ ഗ്രന്ഥങ്ങൾ എന്നാണ് സഭ ഔദ്യോഗികമായി കാനനായിട്ട് അംഗീകരിച്ചതെന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. ബൈബിളും സഭയും തമ്മിലുള്ള ബന്ധം നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. വെളിപാടിൻ്റെ ചരിത്രം ആഘോഷിച്ചപ്പോൾ അത് ആരാധനക്രമമായി എന്നും 6 ആരാധനക്രമങ്ങളെക്കുറിച്ച് സഭയിലെ 24 സഭാ സമൂഹങ്ങളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കിയുണ്ട്. അതുപോലെ തന്നെ വെളിപാടിൻ്റെ ചരിത്രം ക്രോഡീകരിച്ച വിശ്വാസ പ്രമാണത്തെക്കുറിച്ച് നമ്മൾ ഹ്രസ്വമായി കാണുകയുണ്ടായി. അപ്പോൾ മതബോധനത്തിൻ്റെ കണ്ടൻറ്റ്, സോഴ്സ് എന്ന് പറയുന്നത് അത് അടിസ്ഥാനപരമായി വെളിപാടിൻ്റെ ചരിത്രമാണ്, ദൈവവചനമാണ്. ഇന്ന് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് അത് വിശുദ്ധ ലിഖിതത്തിലൂടെയും വിശുദ്ധ പാരമ്പര്യത്തിലൂടെയുമാണ്. വിശുദ്ധ ലിഖിതത്തെ നമ്മൾ ബൈബിളെന്ന് പറയുന്നു. പാരമ്പര്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നതാണ് ആരാധനാക്രമവും വിശ്വാസ പ്രമാണവും സഭയുടെ ആധ്യാത്മിക ജീവിതവും ദൈവശാസ്ത്രവും ഒക്കെ. ഇവയെല്ലാം വിശ്വാസത്തിൻ്റെ ഉള്ളടക്കമായി നാം മനസ്സിലാക്കുന്നു. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച നമുക്ക് പുതിയ ഒരു എപ്പിസോഡുമായി കാണാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.